ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളെ ഇന്നൊരു സൂത്രം കാണിച്ച് കൊതിപ്പിക്കാൻ വന്നതാണ്. വീഡിയോ ലാസ്റ്റും ഞാൻ തിന്നും, ഇപ്പോഴും ഞാൻ തിന്നും. അപ്പോൾ ഇതാണ് മക്കളെ പാൽ വാഴയ്ക്ക. ഇതിൽ വാഴയ്ക്ക മാത്രമല്ല, ഒരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കാണാൻ പോയാലോ നമുക്ക്? അപ്പോൾ പോവല്ലേ, എല്ലാവരും കൂടെ പോരെ. നമുക്ക് ഈ വീഡിയോ ഇതൊന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് അഭിപ്രായം പറയാം, എന്നിട്ട് ബാക്കി ഞാൻ കഴിച്ച് കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പം നമ്മളിത് അടികെട്ടിയുള്ളൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ചക്കയും എന്താ പറയുക പഴമൊക്കെ കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ, നേന്ത്രപ്പഴമൊക്കെ. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മുന്തിരി, ഇവിടെ ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ളൂ. കുറച്ച് മുന്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ കുഞ്ഞതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട്. അപ്പം അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അതിനെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, എന്നിട്ട് തുടങ്ങാം നമ്മുടെ പരിപാടി. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. ഇവിടെ ഇതൊന്നും അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ടോ, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ നമ്മൾ കോരാം. അത് കണ്ടില്ലേ, ഞാനാകെ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ആ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ആദ്യം ചക്ക ഇട്ട് കൊടുക്കാം. നല്ല വറുത്ത ചക്കയാണ് മക്കളെ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചോദിച്ചറിഞ്ഞ് വെച്ചതാട്ടോ. ഇങ്ങനെ വഴണ്ട് വരുന്നുണ്ട്, നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് അടിയിച്ചെടുക്കാം. അത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതിയേ. അതിനൊന്നും പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമൽ ആവട്ടെ കേട്ടോ. അതേ പഞ്ചസാര കാരമൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം കാണുന്നുണ്ടല്ലോ അല്ലേ, ഏകദേശം ആയി കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചക്കയും അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം, നേന്ത്രപ്പഴം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിൽ പഴവും ചക്കയും കൂടെ ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. ഞാൻ അപ്പോഴേക്കും തേങ്ങാപ്പാൽ ഒറ്റ പാലേ വേണ്ടുള്ളൂ, അത് നല്ല കട്ടിയുള്ള പാലായിരിക്കണം. ഒന്ന് അരിച്ചെടുക്കട്ടെ. നമ്മുടെ തേങ്ങാപ്പാൽ മാത്രം പോരാ, തേങ്ങാപ്പാലിലേക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തോളി, ഒട്ടും അതിൻ്റെ ഇതില്ലാതെ
കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് ഒരു വലിയ സ്പൂൺ നിറച്ചു, പിന്നെ ഒരു 1/2 സ്പൂൺ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം, ഹലോ, നന്നായിട്ട് രണ്ടും കൂടെ വെന്തങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് എപ്പോഴും എടുത്ത് വയ്ക്കും. അതാണേ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. എനിക്കിവിടെ ഏലക്കയുടെ ടേസ്റ്റാണ് ഇഷ്ടമാണ്, അതുകൊണ്ട് അതൊരു കുറച്ച് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് നമ്മുടെ പാലിനെ ഇതിലേക്ക് ഒഴിക്കാം. കണ്ടോ, ഒട്ടും കരിയൊന്നുമില്ലാതെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. അതിനൊന്ന് കുറുകി വരുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ പാൽവാഴയ്ക്ക്. ഇതിന് വേറെ എന്തൊക്കെയോ പേര് പറയും. പേര് പാൽവാഴയ്ക്ക എന്നാണെങ്കിലും നമ്മളിതിൽ ചക്കയൊക്കെ കൂട്ടി നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പുട്ടിൻ്റെ കൂടെ, അങ്ങനെ ഉപ്പുമാവില്ലേ, ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് പുട്ടിനോട് കഴിക്കാനാണ് കൂടുതലിഷ്ടം. നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ടെങ്കിൽ പറയണം. നിങ്ങളെ നാട്ടിൽ ഇതിനെന്തൊക്കെയാണ് പേര് പറയുന്നതെന്നുള്ളത് പറയണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. കുറുകി വരുന്ന കണ്ടോ, കണ്ടോ, നന്നായി തിളച്ച് കഴിയുമ്പോഴേ ഒന്നും കൂടെ ഒന്ന് കുറുകി സെറ്റാവും കേട്ടോ. അപ്പം മധുരം കുറവുണ്ട്, നിങ്ങൾക്ക് മധുരം ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ അത്യാവശ്യം നല്ല മധുരമുണ്ട്, കാരണം ചക്കയ്ക്കും പഴത്തിനൊക്കെ നല്ല മധുരമുള്ളതാണ്. പഴമാണെങ്കിൽ നന്നായിട്ട് പഴുത്തതായിരുന്നേ, അപ്പോൾ അതനുസരിച്ചുള്ളൊരു മധുരം അതിനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല മധുരം, ഇനിയും മധുരം ആവശ്യമുള്ളവർക്ക് ഇടാം. കുറയ്ക്കേണ്ടവർക്ക് ആ പഞ്ചസാര ഇടുന്ന പരിപാടി വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. തിളയ്ക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. നമ്മുടെ ജാസി പറയുമ്പോഴേ വാവുമായിട്ട് കഴിക്കാം കേട്ടോ. നിങ്ങൾ വാവുമായിട്ടൊന്ന് കഴിച്ചു നോക്ക് ഉണ്ടാക്കിയിട്ട്. നാട്ടിലിപ്പോൾ ചക്ക കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ഒരു 10 മിനിറ്റിൽ ഈ പരിപാടി കഴിയും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാം. ഒരു തേങ്ങയും ഒരു പഴവും ഒരു ചക്കയും, കുറച്ച് ചക്ക ഉണ്ടായാൽ മതി. ഈ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ, പുട്ടിൻ്റെ കൂടെയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് കുട്ടിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ അവർക്ക് ശരിക്കും ഇത് നല്ല ഹെൽത്തിയുമാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു പായസം പോലെ കുടിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കുടിക്കാനാണ്, പിന്നെ വെറുതെ കോരി കുടിക്കാൻ. അങ്ങനെ നമ്മുടെ പാൽവാഴയ്ക്ക റെഡിയായി. തിത്തേയ് തകതേതേതോ. എന്തൊരു മണമെന്ന് പറയും മക്കളെ ഇതിന്. വരിക ചക്കയുടെ മണം ഇങ്ങനെ പ്രത്യേകം പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഐറ്റം ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആഹാ, നമ്മുടെ പാൽവാഴയ്ക്ക് റെഡിയായി. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ എന്താ പറയുക, നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുള്ളൂ, ഒരുപാടൊന്നുമില്ല, കുറച്ച് നെയ്യൊന്ന് വെറുതെ തൂക്കി കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് സെർവ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട്. ഞാനിത് ഓഫ് ആക്കുകയാണേ, സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ സാധനം സെർവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോഴേ ഞാനിങ്ങനെ കഴിക്കാൻ പോവാട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയാം കഴിച്ചിട്ട്. രണ്ടും കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വേറെയാണ്, വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. ഒന്നാമതേ ചക്കയൊക്കെ നാട്ടിൽ പോകുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നല്ല കൊതിയുണ്ടേ. നല്ല ചൂട്, ആക്രാന്ത്. എന്താണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരും കൂടെ പറയണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ, ടാറ്റ.